ഹാപ്പി ഓണം. ഹാപ്പി ഓണം തീർന്ന്. നമ്മളെ ഓണം കഴിഞ്ഞല്ലേ? പക്ഷെ എല്ലാരും ഓണം ആഘോഷിക്കുന്നതിന് മുമ്പ് നമ്മൾ ആഘോഷിക്കും. ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് നേരത്തെ. സത്യത്തിലേ നമ്മള് തിരുവോണം ആയാലും ഏത് ഓണം ആയാലും നമ്മൾ ആഘോഷിക്കുന്നതാണ് അല്ലേ? നമ്മൾ വിചാരിച്ച ഇന്ന് തിരുവോണം, എല്ലാരും സെലിബ്രേറ്റ് ചെയ്യുന്നത് കുറച്ച് മുമ്പായി കഴിഞ്ഞാൽ നമുക്ക് ഓണമാണ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഓണമാണ്. ശരി, അത് തിരുവോണ ദിവസം തന്നെ ആവണമൊന്നുമില്ല. എല്ലാരും ആ ഒരു ദിവസമാണ് മെയിൻ ആയിട്ട് ഓണം കൊള്ളുന്നത്. തിരുവോണം. സത്യത്തിൽ ഓണത്തിനാണ് ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത് അല്ലേ? നമ്മള് ഓണം എന്ന് വിചാരിച്ച് നമ്മൾ പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കത്തില്ല, അങ്ങ് ചെലവാക്കും. അതുവരെ നമ്മൾ ചിലപ്പോ വീട്ടിൽ ചിലപ്പം അതില്ല, അതാകുമ്പോ പുതിയ കപ്പ് മേടിക്കണോ, പുതിയ കസാര മേടിക്കണോ, അപ്പോഴാണ് എല്ലാരും എല്ലാം മേടിക്കുന്നത് അല്ലേ? എനിക്കൊന്ന് റേഷൻ കടയിൽ നിന്നൊക്കെ വല്ലതും കിട്ടോ? ഒന്നുമില്ലെന്ന് തോന്നുന്നല്ലേ? അരിയങ്ങണ്ടേ ഉള്ളു, അല്ലാതെ കിറ്റൊന്നുമില്ല. പണ്ടൊക്കെ എന്തുവായിരുന്നു, ഓണക്കിറ്റ് മേടിക്കാനൊക്കെ പോവായിരുന്നു ഞങ്ങൾ. ഇപ്പൊ ഓണക്കിറ്റൊന്നും ഇല്ലേ? അറിയത്തില്ല കേട്ടോ, ഓണക്കിറ്റൊക്കെ കിട്ടുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. കിട്ടുന്നുണ്ടെ കമന്റ് ചെയ്യാട്ടോ. ഇനി എന്തൊരു ഫുഡ് എന്തൊരു ബാക്കിയുണ്ട് ഇന്നലത്തെ? എനിക്ക് ഓണം കഴിഞ്ഞാൽ പഴകഞ്ഞി കുടിക്കാം, അത്താടിപൊളി. തലേ ദിവസത്തെ ചോറും സാമ്പാറും അവിയലും അച്ചാറും കിച്ചടിയും എല്ലാം എടുത്ത് അങ്ങോട്ട് കഴിക്കണം. പഴകഞ്ഞാണ് കുടിക്കാനുള്ള ഓണം കഴിഞ്ഞാൽ. പത്തിരക്കുട്ടി ഉണ്ട് കേട്ടോ. പത്തിരക്കുട്ടി പഴകഞ്ഞി കുടിക്കുന്നോ? കഴിച്ച? ഇന്നലെ ഓണം അങ്ങനെ ഉണ്ടായിരുന്നു. ഇന്നലെ അനുവിനെ എടുത്തിട്ട് അറിഞ്ഞല്ല നീ. പാവ, അവളെ കരഞ്ഞില്ലെന്നേ ഉള്ളു. ഇങ്ങനെ ഇരുന്നാലും മതി കേട്ടോ. വെച്ച അലക്കി കൊടുക്കുന്നു. നോക്കാൻ നേരത്ത് അനുവിന്റെ കണ്ണീന്ന് പൊന്നീച്ചൊക്കെ പറഞ്ഞ് നല്ല ഓണപരിപാടിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിള്ളേരൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഭയങ്കര വേറൊരു വൈബായിരുന്നു, രസമായിരുന്നു. ഞാനും കുറെ നേരത്തേക്ക് പിള്ളേരുടെ കൂടെ ഒക്കെ ആയിപ്പോയി. അച്ഛൻ രാവിലെ പോയാ? വണ്ടി പോയി. ഓ, അച്ഛനെ സമ്മതിക്കണം കേട്ടോ. അച്ഛനാണ് ഈ കഴകയറ്റത്തിനുള്ള സാധനവും മുള എടുത്തോണ്ട് വന്ന് അറുത്ത് അത് ഇട്ട് സെറ്റ് ചെയ്ത് എല്ലാം ചെയ്യുന്ന അച്ഛനായിരുന്നു. വെക്കട്ട് ഇവിടെ ആർക്കാ ചേതോ സർജറി കഴിഞ്ഞിരിക്കുമ്പോഴത്തേനും എല്ലാരും വണ്ണം വെക്കും. അനിമൽ സിനിമയില് രൺബീർ കപൂറിന് സർജറി കഴിഞ്ഞിട്ട് വണ്ണം വെക്കത്തില്ലേ? അത് കറക്റ്റ്. ആര് പറഞ്ഞത് മേക്കപ്പ് അല്ല, അത് ഒറിജിനലാ. പുള്ളി അങ്ങനെ ആക്കിയതാ. അല്ല, അത് ഒറിജിനലാ. അങ്ങനെ ആവും. ഇല്ല അഴിക്കുന്നില്ല, ഇനി അടിയുണ്ട്. പക്ഷെ ഞാൻ കുറെ സംഭവമൊക്കെ മിസ് ചെയ്തേട്ടാ. എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് തലങ്ങണ അടിക്കണം, അതിനകത്തൊക്കെ കയറണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പറ്റത്തില്ലായിരുന്നു, എനിക്ക് അറിയായിരുന്നു. വടമ്പല് വെക്കണം കേട്ടോ, നമുക്ക് വടമ്പല് വെക്കണമായിരുന്നു. നമ്മള് മൺചട്ടിയിലാണ് കേട്ടോ എടുക്കുന്നത്. ഓ, അതെന്തരാ? ഇഞ്ചിക്കറി. പക്ഷെ നല്ല സദ്യയായിരുന്നു കേട്ടോ ഇന്നലത്തെ. ഇഞ്ചിക്കറി അമ്മയ്ക്ക് ഇല്ല? ഇഞ്ചിക്കറി എല്ലാം ഇടണം. മാങ്ങ അച്ചാറ്, മറ്റേ വെള്ള അച്ചാറുണ്ടായിരുന്നല്ലോ അമ്മാമ്മ കൊണ്ടുവന്ന, അതെന്ത് എടുത്തിട്ട്? അത് വേണം. അനു രാവിലെ പോയാമ്മ? എപ്പോഴാ പോയത്? ഇന്നലെ രാത്രി തന്നെ പോയല്ലേ. ഞാന് ഓണപ്പരിപാടി കഴിഞ്ഞ് നേരെ റൂമിൽ പോയി കിടന്നൊരു ഉറക്കം കൊണ്ട് ഉറങ്ങി. അതല്ല, ഇന്നലെ ഒരു കസാര മേടിച്ചിട്ടത് പൊട്ടി. അമ്മയും അമ്മു ചേച്ചിയുടെ കയറി ഇരുന്ന ആ ഒരു കസാര ഓടി. ഞാൻ വിചാരിച്ചു ഒരു പൊത്തങ്ങണം കയറിയോന്ന് വിചാരിച്ച്. ഉണ്ട് വിളമ്പ്. അത് സ്വാഭാവികമാണ്. ഓണപരിപാടിക്ക് ഇത് പൊട്ടും, കസാര പൊട്ടും, മറിഞ്ഞു വീഴും. നാരങ്ങയില്ലേ? അവിയല് അമ്മയ്ക്കും കൂടെ എടുക്ക്, അതിനകത്തൂടെ ഇടങ്ങ്. ഫുഡ് എല്ലാരും കൊണ്ടും കൂടെ പോയി കേട്ടോ. ഇന്നലെ കുറച്ച് ഫുഡ് പിന്നെ അധികം വന്നായിരുന്നു. ഇത് മറ്റേ നാരങ്ങ, വലിയ നാരങ്ങയല്ലേ? ചുമന്ന വലിയ നാരങ്ങ. എത്ര സൈസ് അച്ചാറ് നോക്കിയേ. വെള്ളപ്പച്ചടി. അത് എനിക്ക് ഇച്ചിരി തോനെ കഴിച്ചോ, കുറച്ചുകൂടെ കഴിച്ചോ. എനിക്കത് ഇഷ്ടമാണ്. സാമ്പാറിലാണ് ഇരിക്കുന്നത്. ഈ സാമ്പാർ ഇച്ചിരി പുളിക്കുന്നതാണ് ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റാ. വെണ്ടയ്ക്ക ഇടോ? വെണ്ടയ്ക്ക കൊതി വരുന്നു ഇപ്പോഴേ. ഇങ്ങനെ കൊതി വരുന്നോ? ഇത് കൂട്ടുകറിയാണ് കേട്ടോ. ഇത് തലേ ദിവസം ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അങ്ങ് ഹൈപ്പാവും. കൂട്ടുകറി. ഓ, ഇത്രയും കറി മാത്രമായി. നമുക്ക് മോര് ഇത്ര ഉള്ളല്ലേ? മോര് അച്ഛൻ പഴങ്കഞ്ഞി കൊണ്ടുപോയി അച്ഛൻ പഴങ്കഞ്ഞി. എനിക്ക് പഴങ്കഞ്ഞി ഒരു പാത്രത്തിൽ രാവിലെ കുടിക്കാൻ വയ്യ, ഞാൻ കുറച്ച് കഴിയുമ്പോ എടുത്തു. ചോറ് 2 കാന്താരും കൂടെ പറിച്ചോണ്ട് വരാം. ഇത് പന്നലായില്ലേ അമ്മ? ഈ സാധനം ദേണ്ട തോരൻ, ഇത് പന്നലായില്ലേ ഈ സാധനം? എനിക്കത് ഇഷ്ടമായിരുന്നു. അമ്മ വാ, മുളക് പറിയാം. മുളക് കൂടെ പറിച്ചിട്ട്
ആ പഴങ്കഞ്ഞിക്കകത്ത് ഇട്ടിട്ട് ഇങ്ങനെ ഞെവിടി ചുപ്പോടിട്ട് അങ്ങോട്ട് തിന്നണം. മഴ വരുന്നു കേട്ടോ. ഭാഗ്യത്തിന് ഇന്നലെ മഴ ചെയ്തില്ല. ഞാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു മിക്കവാറും ഓണപ്പരിപാടി വെള്ളത്തിലാവുന്നു. അത്രയ്ക്ക് മഴയായിരുന്നു. പെട്ടെന്ന് സ്വിച്ചിട്ട് കണക്ക് ഇന്നലെ മഴ ചെയ്യുന്നത്. എന്നാൽ കോളൊക്കെ വന്നായിരുന്നു. കാന്താരിയാണ് കേട്ടോ, കാന്താരി. അതിനകത്ത് പോണ്ടമ്മ വിളഞ്ഞതുകൊണ്ട് വിളഞ്ഞ കാന്താരി വിളഞ്ഞ കാന്താരി സെറ്റ്. ബാ നമുക്ക് പഴകഞ്ഞി കുടിക്കാം. ഇന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പോഴേ ഞാൻ രാവിലെ എണീറ്റ് ഇന്ന് പഴകഞ്ഞി കുടിക്കണം എന്ന് പറയുന്നത്. ഫിഷ് ഫ്രൈ ഇതെന്തൊരു മീനാമ? ഇന്നലെ മേടിച്ച് വെച്ചാണോ? കൊഴിയാളെ. നമ്മൾ ഈ മീൻ പൊരിക്കുന്നതിന് മുമ്പേ ഈ 2 കാന്താരി എടുത്ത് അതിനകത്തിട്ട ആ മീന് കാന്താരിയുടെ ഒരു സൂപ്പർ ഫ്ലേവർ വരും. എന്തൊരു ഉപ്പല്ലേ? കല്ലുപ്പ്. വരൂ ഭദ്രേ വാ പഴകഞ്ഞി കുടിക്കാം. മഴ പെയ്യുന്നല്ലേ, വെയിലും മഴയും കൂടാ. മറ്റില്ല ഊളന്റെ കല്യാണമാണ് കേട്ടോ ഇന്ന്. ഭദ്രയ്ക്ക് എടുത്തോട്ടോ വേണ്ട, ചെറിയ കിണ്ണത്തി എടുത്ത്. ഇവള് കഴിച്ചായിരുന്നു ആദ്യമേ കൊഴിയാള പൊരിച്ചത്. ഈ ഇളക്കുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഈ കറിയെല്ലാം അങ്ങ് മിക്സ് ചെയ്യണം കേട്ടോ ഇങ്ങനെ, കാരണം അടിയിലാണ് കറി മൊത്തം ഇരിക്കുന്നത്. തിക്കോട് തിക്ക്. ഞാൻ ഇച്ചിരി പോലും വെള്ളം ഒഴിച്ചുള്ളൂ. ബാക്കി ഫുള്ള് മോര് സാമ്പാറും. ഇനി ഒരു പിടി അങ്ങോട്ട് എടുക്കുക ഇങ്ങനെ. മീൻ നല്ല മൂത്ത് കാന്താരി. കൈ കഴിയാത്തോട്ട് ഒരാൾ കൂടെ എടുത്താൽ ഭദ്ര അവിടെ തിന്നുന്നില്ല. അവൾക്ക് തിന്നടി. അയ്യോ വിളഞ്ഞ കാന്താരി. മുളക് ഇതിനകത്തങ്ങ് ഞെവിടാം. ഞെരടി. വെള്ളം കുടിക്കാം. ഫുള്ള് കറി കേട്ടോ. ഫിനിഷ്. അടിപൊളി. ഇന്നത്തെ ദിവസം ഒന്നും കഴിക്കൂല. ഇനി വിശക്കത്തുമില്ല. എന്തൊരു കഴിച്ചാലേ പഴകഞ്ഞി കുടിക്കുന്നതിൻ്റെ ഒരു ഫീല് വേറെ. എനിക്ക് തൃപ്തി വരണമെങ്കിൽ പഴകഞ്ഞി. ഓണത്തിൻ്റെ വ്ളോഗ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര രസമുള്ള വ്ളോഗ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. എന്തോ ഒരു വല്ലാത്തൊരു ഫീല്. നല്ല രസമുള്ള വ്ളോഗ്. എനിക്കൊന്ന് ഞാൻ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് വ്ളോഗായിട്ട് തോന്നുന്നു എനിക്കിത്. സമയം ഏതാണ്ട് ഇത്ര മണിയാമ്മ 12 മണി കണ്ടാ കേട്ടോ. എന്റെ അമ്മ വേണ്ട ഇവിടുന്നാണ്ട് സേമിയ പായസം അമ്മ വെച്ചതാ. വെച്ചാ ഇപ്പാ അല്ല ഇത് എന്ത് ചെയ്യുവോ? അതെന്ത് അപ്പിക്കുട്ടാ എടാ ഇവനെ എന്റെ ലാപ്പ് ഇവനെ പെങ്കൊച്ചാക്കി. ഇവന്റെ മോന്ത നോക്കി പൊട്ടിട്ട് വെച്ചേക്കണ. പൊട്ടൊക്കെ ഇട്ട് വെച്ചേക്കണ. ഇവന് ഞങ്ങള് ഫുഡ് ഒന്ന് മാറ്റി. ഞങ്ങൾ അഡൽട്ടിന്റെ ഫുഡ് മേടിച്ച് കൊടുത്തവര്. അതിനുശേഷം ഭയങ്കര കുരുത്തക്കേടെന്ന് വെച്ചാൽ ഈ വീട്ടിനകത്ത് ആർക്കും കേറാൻ പറ്റൂല. അമ്മാതിരി കുരുത്തക്കേടാ. ആ എല്ലാരും അങ്ങ് അടിക്കുവോ. അപ്പൊ ഇവിടുത്തെ രാജാവെന്ന വിചാരം. ഭയങ്കര കുരുത്തക്കേട്. ഒരു നിവൃത്തിയില്ല. അടിവിടുവോ? ബ്രഹ്മസലി ചേട്ടാ അമ്മ. മധുരമുണ്ട്. നല്ല മധുരം. അമ്മ എന്റെ അച്ചാറ് വീണമ്മ. ഇവന്റെ എന്തൊരു പറഞ്ഞില്ലേ ഭയങ്കര കുരുത്തക്കേടാണ്. അളിയോ ഒരു 1,00,000 രൂപ പോയി കിട്ടിയിട്ടു. ശരി
വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടോ ഇതാണ് അവസ്ഥ ഇപ്പോഴത്തെ. ഇവന്റെ ഫുഡ് ഹെഡ്സെറ്റ്, അടുത്ത ഹെഡ്സെറ്റ്. ഇതിന്റെ ഇടയ്ക്ക് ഇച്ചിരി ഒരു സ്വിച്ചിനത് മാത്രമേ ഉള്ളൂ. ഈ സ്വിച്ചിന്റെ ഇടയിലൊക്കെ അച്ചാറ് കയറി കേട്ടോ. പുല്ല് നമ്മൾ കിടക്കം നോക്കിയാണ് എല്ലാം ചെയ്തിട്ട്. കഷ്ടകാലത്തിന് ഞാൻ കൊണ്ടുപോകുന്നത്. ഞാൻ അറിയാം അവിടെ ഇപ്പൊ ചാടി കയറുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ഒരു കണ്ണാടി എടുത്ത് നശിപ്പിച്ച്. ഭയങ്കര കുരുതി. എനിക്കിപ്പോ കണ്ണാടി നശിപ്പിച്ച്. എന്റെ കണ്ണാടി പൊട്ടിച്ച് പുതിയ കണ്ണാടി മേടിച്ചിട്ടുണ്ട്. ഞാൻ കണ്ണാടി മേടിച്ച് ഇട്ടപ്പോഴും നോക്കുന്നുണ്ട്. ഇവരെല്ലാം അറിയാവന് മഹാ കുരുത്തക്കണ്ണനാ. ഉണ്ടോ അവനറിയാം. അവന് വഴക്ക് കേട്ടപ്പോ കണ്ടോ നിക്കുന്ന. ഇപ്പൊ ചാടണ്ട. അടങ്ങിയിരിക്കോ? അടങ്ങിയിരിക്കോ? നീ അടങ്ങിയിരിക്കോ? കണ്ണ് നിറഞ്ഞ അവനറിയത്തില്ലല്ലോ. അവനെല്ലാം അറിയാവന് കുരുത്തക്കെട്ടോ. എന്റെ കൊച്ചിന്റെ കണ്ണ് നിറഞ്ഞു. ഇവിടെ കണ്ണ് നിറഞ്ഞടാ. കണ്ണ് നിറഞ്ഞടാ. കണ്ണ് നിറഞ്ഞിരിക്കുന്നുണ്ടോ? നിന്നെ എന്തിനാ ചെയ്തുകൂടാ? നിന്നെ വല്ലതും ചെയ്തോ? കണ്ണ് നിറഞ്ഞിരിക്കുന്നുണ്ടോ? കരയുന്നു. കണ്ണീന്ന് വരുന്നേ. നോക്കട്ടെ. കണ്ണറിഞ്ഞു. മനസ്സിലായി. അവൻ അപ്പോഴേ അങ്ങ് താന്ന് കുരുത്തക്കേടല്ലേ. ഒരു റൂം തുറന്നിടാൻ പറ്റത്തില്ല. അവന്റെ ഒരു ആനയെ വലിച്ചെറിയാൻ. എല്ലാരും വീട്ടിൽ ഓരോ ഷിറ്റ്സുനെ മേടിക്കും. നല്ല രസമാണ് വീട്ടില്. നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടില്ല. അത് സത്യം കേട്ടോ. നമുക്ക് പുതിയ പുതിയ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമുക്ക് യാതൊരു ഫുൾ എന്റർടൈൻമെന്റ് ആണ് നമുക്ക്. കണ്ടില്ലേ? രൂപ 1,00,000 രൂപയാണ് ഇപ്പൊ മിക്കവാറും പോകാൻ പോണത്. ഷോട്ടങ്ങണാവും തോന്നും. സ്വിച്ചിന്റെ ഇടയിൽ എന്തൊക്കെ വീണ്. അച്ചാറ് വീണു. മുളക് കറി എരി കൂടുതലായിരുന്നല്ലേ. ഇപ്പൊ പോക്കന്നെ. നിനക്ക് എന്തിന്റെ സൂക്കേട്? നിന്നെ ആരെങ്കിലും വിളിച്ചാ ഇവിടെ? ഇവിടെ ആര് വിളിച്ചോണ്ട? നമ്മ വിളിച്ചോണ്ട് വന്നാ? നീ എന്തിനു കയറി വന്ന? നിനക്ക് ചോറ് തന്നായിരുന്നാ? നിനക്ക് ചോറ് തന്നാ? നീ അവിടെ കിടന്നയാന്നോ തിന്നോണ്ട്? നീ എന്തിനു കയറി വന്നാ? നീ കയറി വന്നാ അത് പൊട്ടിച്ചില്ലേ? ഇനി ഞാൻ എന്തെങ്കിലും എടുത്തിട്ട് ഞെക്കും. പറയടാ. നീ എന്തെല്ലാം ഞാൻ ഞെക്കും. കൊച്ചു പൊട്ടിട്ടത് നിന്നെ കാണിക്കാൻ കൊണ്ടുവന്നേ. ആ പട്ടായിട്ടുണ്ട്. അച്ചാറുണ്ടോ നോക്കടാ. അവനും സങ്കടോ. കുരുത്തക്കേടുവാ. രാവിലെ പോകുമ്പം പറഞ്ഞിട്ട് പോണം, അല്ലെങ്കിൽ വല്ല ഉണ്ടാക്കി വെച്ചിട്ട് പോണം. ഇവിടെ ആരുമില്ല. മൂത്തമ്മയ്ക്ക് വയ്യ. ഞാൻ വന്നപ്പോ എമ്മ രണ്ടുപേരും ഉറക്കം. പിന്നെ അവന്മാരെ തട്ടി ഉണർത്തി. പിന്നെ കോഴി ശരിയാക്കി. ഞാൻ വന്ന് അരി അടുപ്പി. ചിക്കൻ അടുപ്പി വെച്ച്. മൂത്തമ്മയ്ക്ക് ആഗ്രഹം ഇവിടെ ഓണം കൊള്ളണം. മൂത്തമ്മയ്ക്ക് വയ്യ. ഒട്ടും വയ്യ. ഇവർക്ക് കാലുവേദന. ഞാൻ അറിഞ്ഞില്ല. രാവിലെ വന്നപ്പോഴത്തേനെ വീട്ടിൽ ആരുമില്ലേ. ഹായ്. അടിപൊളി. ഇന്നിവിടെ ആവുന്ന ഓണം. സലാം, ഗുഡ് ബൈ. ഒരു നമുക്ക് അയ്യത്ത് ചീനി ഇഷ്ടം പോലെ കിടന്ന് അവര് രണ്ടുപേരും കൂടെ മണിക്കുട്ടനും ഇന്ദു കൂടെ പോയി കുഴി കൊണ്ടുവന്ന് ഞാൻ അരിഞ്ഞു കൊടുത്ത് അത് വെച്ച്. ഞങ്ങളുണ്ടത്, ഞങ്ങളെല്ലാരും ഉണ്ടത്. ഇതെന്തൊരു വണ്ട വെച്ചേക്കുന്ന? പുളി ഉണക്കാൻ വെച്ചേക്കണല്ലേ. നാടൻ കോഴിയാണ് കേട്ടോ. മൂത്തമ്മേട നമ്മൾ അവിടുന്ന് കൊണ്ടുവന്നില്ലായിരുന്നു നാടൻ കോഴി. അതല്ലേ? പാവം. ഇതിലേതായിരുന്നു? മറ്റേ ആ കറുത്ത കോഴിയായിരുന്നു അത്. ഇത് അല്ലേ? ഉണ്ടല്ലേ? അപ്പൊ അടുത്തേനാവട്ടെ. അതന്നെ. അല്ല പൂവൻ കോഴിയെ പിന്നെ എന്തെങ്കിലും ഉള്ള ഗോതമ്പൊക്കെ കൊടു. നല്ല സെറ്റ് കിട്ടും. ആ കയ്യൊക്കെ കിട്ടാൻ പൊരി അങ്ങോട്ട്. ചുമ്മാ ഇരിക്കാതെ. ഈ സത്യത്തിൽ നമ്മൾ ഈ പപ്പടം പൊരിക്കുന്നത് നമ്മുടെ മനസ്സിനനുസരിച്ചിരിക്കും. നല്ല വിശാല മനസ്സാണെങ്കിൽ അത് പൊങ്ങി വരും. വേണ്ട. ഓ നിറഞ്ഞ മനസ്സ്. വാ കഴിക്കാം. ഇവിടെ മുയലുണ്ടല്ലേ. ഡേയ് എന്റെ കണ്ണു നോക്കി. ചുവന്നാണ്. ഇത് ഫോക്കസ് ആവുന്നില്ലല്ലോ. ഷടാ. ഹലോ, ഹാപ്പി ഓണം. എന്തുകൊണ്ട് വൈകുന്നേരം ഉറിയുടെ ഉണ്ട്. വരുന്നോ? പോകുവാന്നോ?
രാവിലെ അടിച്ച് പൂസ കാട്ടോണ്ട കണ്ണൊക്കെ ചുവന്ന് കിടക്കുന്നു. എന്തോട്ടെ അടിപൊളി ചൂടുണ്ടല്ലേ? ഞാൻ ഇങ്ങനെയാന്നിരിക്കുന്ന വിഷയ അടിപൊളി. വേണ്ട വേണ്ട നോക്കിയ ചൂട് പറഞ്ഞു. അടിപൊളി അടിപൊളി സൂപ്പർ. ഒത്തിരി മുറ്റൊന്നുമില്ല കോഴി, മുറ്റത്ത് ഒത്തിരി ഇല്ല. അടുത്ത പടേനെ ഇറക്കാം. അച്ഛ ഉറിയടിക്കുള്ള സെറ്റപ്പ് ചെയ്യാം കേട്ടോ. ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. സ്പേസ് ബോർഡ് കട്ട് ചെയ്തപ്പോ കൊറേ എലിക്കുഞ്ഞുങ്ങൾ നോക്ക് പാവം നോക്കിയോ, ഇഷ്ടംപോലെ ഉണ്ട്. വേണ്ട നോക്ക്, അയ്യോ പാവം ഇഷ്ടംപോലെ എലിക്കുഞ്ഞുങ്ങള്. ഇത് ജനിച്ചതേ ഉള്ളു ഇപ്പോ. അച്ഛോ നോക്കാതിരിക്കുന്നേ, ഇഷ്ടംപോലെ എലിക്കുഞ്ഞുങ്ങള്. ഒരു ലോഡ് കളങ്ങാട്ട് പോയിരുന്നോ? ഓ കളങ്ങാട്ട് പോയി ഫുഡ് കഴിച്ച് പോയി കഴിച്ചിട്ടോ. എന്നിട്ട് പണി തുടങ്ങ. ഇതാ പുൽക്കൂടാ ക്രിസ്മസ്. ഓക്കെ ഗൈസ്, അത്രേ ഉള്ളൂ ഈ ഒരു വ്ളോഗ്. ഇന്ന് ഉറിയടി വടംവലിയൊക്കെ ഉണ്ട്. ഇതിന്റെ വ്ളോഗ് പിന്നീടായിരിക്കും വരുന്നത്. ഇത് സത്യത്തിൽ ഞങ്ങൾ അന്ന് ഓണപരിപാടി നടത്തിയ സമയത്ത് വിചാരിച്ചാണ് ഇതും കൂടെ നടത്താന്ന്. പക്ഷെ അന്ന് അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. ഗൈസ്, അപ്പൊ അത്രേ ഉള്ളൂ ഈ ഒരു വ്ളോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.